വെടിയും പുകയുമെല്ലാം കെട്ടടങ്ങി. കോൺഗ്രസ് അണികൾക്ക് ആശ്വാസമായി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറങ്ങി. അവസാന നിമിഷം വരെ നേതാക്കളെയും പ്രവർത്തകരെയും മുൾമുനയിൽ നിർത്തി സസ്പെൻസ് ഇട്ട സുധാകരന്റെ ശാഠ്യത്തിന് ഹൈക്കമാൻഡ് പക്ഷേ വഴങ്ങിയില്ല. സീറ്റുണ്ട്, സീറ്റില്ല, പാർട്ടി വിടും, പാർട്ടി വിടില്ല. 2 ദിവസം നീണ്ടുനിന്ന തലക്കെട്ടുകൾക്കൊടുവിൽ സുധാകരൻ കണ്ണൂരിലിറങ്ങി. അനുയായികൾ ആഘോഷപൂർവ്വം സ്വീകരിച്ചു. പാർട്ടിക്ക് വിധേയനെന്ന് ഉറച്ചു പറഞ്ഞു കേസ്. പുലി എലിയായെന്നും സിംഹം പൂച്ചയായെന്നും ഒക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് മറുപക്ഷം. കണ്ണൂർ ജില്ലയിൽ ജീവൻ പണയപ്പെടുത്തിയ ആളാണ് സുധാകരൻ എന്നാണ് AK ആന്റണി പോലും ഇന്നലെ പറഞ്ഞത്. സുധാകരൻ സ്ഥാനാർത്ഥിയാകണമായിരുന്നോ എന്നാണ് നമ്മൾ ഇന്ന് ജനങ്ങളോട് ചോദിക്കുന്നത്. സുധാകരനോട് പാർട്ടി കാണിച്ചത് അനീതിയോ എന്നുള്ളതാണ് ജനം പറയട്ടെ ആകാശ് തടത്തിൽ കോഴിക്കോടുള്ള കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ വലിയ വിസ്മയമുണ്ടാകുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. എന്നാൽ ആ വാദങ്ങളെല്ലാം പൊളിയുന്ന കാഴ്ചയാണ്. കണ്ണൂരിൽ സുധാകരനെ തഴഞ്ഞത് ന്യായമോ? നമുക്ക് പൊതുജനാഭിപ്രായം തേടാം. തഴഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് തോന്നുന്നത് വെച്ചാൽ ഡൽഹിയിലൊക്കെ ഇത്രയും കാലം നോക്കി കിടന്നിട്ട് ഒന്നും വിചാരിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ. സ്ഥാനാർത്ഥിയാണോ വിചാരിച്ചാണല്ലോ പോയത്, ഇല്ലാണ്ട് മടങ്ങി വരേണ്ടി വന്നല്ലോ. തീർച്ചയായിട്ടും സുധാകരനെ പോലെ ഈ കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ലീഡർ, അദ്ദേഹം പ്രത്യേകിച്ച് കണ്ണൂരിൽ കോൺഗ്രസിന്റെ ഒരു മുഖം, കേരളത്തിലും കണ്ണൂരിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഒരു മുഖമായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള അത്രയും കോൺഗ്രസിന്റെ അനുഭാവികളും പ്രവർത്തകരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു നേതാവിനെ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി തഴഞ്ഞാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ന്യൂസുകളിലൊക്കെ വായിച്ചത് അദ്ദേഹത്തിന് പരിഗണന കൊടുക്കുന്നു, ഇത്രയും സീനിയർ എന്നുള്ളതിലേക്ക് പരിഗണന കൊടുത്തു. അദ്ദേഹം പോലും അത് പ്രതീക്ഷിച്ചിരുന്നുകൊണ്ട് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്താണ്. പക്ഷേ ഏറ്റവും അവസാനം വന്നപ്പോൾ അദ്ദേഹത്തിന് സീറ്റില്ലാത്ത നിരാശനായേണ്ട ഒരു അവസ്ഥയാണുള്ളത്. സുധാകരനെ പാർട്ടി ഒഴിവാക്കി തന്നെയാണ്. സുധാകരൻ യഥാർത്ഥത്തിൽ കണ്ണൂരിലെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. പക്ഷേ അധികാരമോഹവും അതുപോലെ തന്നെ എല്ലാ കാലത്തും MP MLA ആയി നിൽക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. കടുത്ത CPM വിരുദ്ധനാണ് ആള്, കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. ആ നിലയ്ക്ക് അതൊക്കെ കോൺഗ്രസിന്റെ ഇടയിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്ന പൊട്ടലും ചീറ്റലും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും കാണുന്നില്ല അതിനെപ്പറ്റി. സുധാകരനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഒരു കറിവേപ്പിലയായിട്ട് അവർ പുറന്തള്ളുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം കണ്ണൂരിൽ അവരുടെ പാർട്ടി വളർത്താനും CPM ആയിട്ടും BJP ആയിട്ടും ആരായാലും അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് എന്നുള്ള ആൾ പെട്ടെന്ന് ഒന്നും അല്ലാതാക്കുന്ന ഒരു രീതിയിലേക്കാണ് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സുധാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നല്ല സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ സുധാകരനെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒഴിവാക്കുന്നത് അവരുടെ ഇടയിൽ വലിയ പ്രയാസം ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പം അതെന്തായാലും കോൺഗ്രസിനെ കാര്യമായി ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, അവരുടെ റിസൾട്ടിനെയൊക്കെ ബാധിക്കുമെന്നാണ് ഒരു പുറത്തുനിന്ന് നോക്കി കാണുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം മാനിക്കാതെയാണ് സുധാകരനെ നേതൃത്വം തഴഞ്ഞതെന്നാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.